ആരാപ്പത്? സുബിമോളോ? മാഷോ? എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ? സുഖം തന്നെ. ഉപ്പാന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ? വിളിക്കാറില്ലേ? ആ, ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. പുതിയ കാറൊക്കെ വാങ്ങിയെന്ന് അറിഞ്ഞു. ആ, വാങ്ങി. ഒക്കെ കടാണ് ബാങ്കിന്നേ. കഴിഞ്ഞ പ്രാവശ്യം ഉപ്പ നാട്ടിൽ വന്നപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പുറത്ത് ആളുകൾ കാണുന്ന സാമ്പത്തിക ചുറ്റുപാടൊന്നും ഉപ്പാക്കില്ല മോളെ. നാട്ടിൽ വന്ന് നിൽക്കാനും നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ നിന്റെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് മതിയെന്ന് ഞാനാ പറഞ്ഞത്. അതിനിടയിൽ ഇങ്ങനൊരു സാമ്പത്തിക ബാധ്യത കൂടി ഉപ്പാന്റെ തലയിൽ കെട്ടിവെക്കണം. മാഷേ, അത് ഞാൻ പറയാനുള്ളിടത്തോളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയൊക്കെ ഉമ്മി കാക്കയല്ലേ തീരുമാനിക്കുന്നത്. അവരോട് ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല. എനിക്കറിയാം മോളെ, പടച്ചോനെ മറന്നുള്ള കളി എവിടെത്തുവോ. ആ, പടച്ചോൻ കാക്കട്ടെ. എന്നാ മാഷേ, ഞാൻ പോട്ടെ. ഓരോരുത്തരും അവിടെ കഷ്ടപ്പെടുക, ബാക്കിയുള്ളവരിവിടെ ധൂർത്തടിക്കുക. എന്താ പാപ്പങ്ങൾ ഒറ്റയ്ക്ക് സംസാരിക്കണേ? അതെ, ഞാൻ നമ്മളെ സുബിമോളോട് സംസാരിക്കുകയായിരുന്നു. അവർക്കൊക്കെ വല്ല കാറും ബംഗ്ലാവും ഒക്കെ ആയില്ലേ ഇപ്പോ? അന്നത്തെ കാലത്ത് ബാപ്പയും ഗൾഫിലൊക്കെ പോവായിരുന്നെങ്കിൽ നമുക്കും ആവായിരുന്നല്ലോ ആ സൗകര്യങ്ങളൊക്കെ. ബാപ്പ ഗൾഫ് പോവാത്തതിന് മോന് സങ്കടമുണ്ടോ? എന്നാ ബാപ്പയ്ക്ക് സങ്കടമില്ല. കാരണം ഒരു മനുഷ്യന്റെ ജീവിതം, മക്കളെ വളർച്ച, വിദ്യാഭ്യാസം, ഇതിലൊക്കെയായിരുന്നു ബാപ്പാന്റെ ശ്രദ്ധ. മുസ്തഫ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവന്റെ ഫാരീസിന്റെ കാര്യം എന്തൊക്കെയാണെന്ന് നമുക്കറിയോ? ഉമ്മമാരുടെ ശ്രദ്ധ അങ്ങോട്ടൊന്നും പോവില്ല. ഉപ്പാര് തന്നെ വേണം വേണ്ട നേരത്ത് മക്കളുടെ കാര്യം ശ്രദ്ധിക്കാൻ. അറിയണക്ക്? അല്ല, ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളൂ പാപ്പ. ഇപ്പൊ മനസ്സിലായോ? ആ, വേണ്ടില്ലായിരുന്നു. ഹലോ ഡ്യൂട്രോക്സ്, ഹായ് അഞ്ജന, ഗീതു, രഘുചേട്ടൻ, ജോനാസ്, പള്ളിക്കാപ്പിൽ, വിജേഷ്, ബാബുചേട്ടൻ, ഫൈസൽ എക്സെട്രാ. ഉമ്മച്ചിയെ, നിങ്ങൾക്കറിയില്ല മൂസാഖാന്റെ മോനെ? എന്റെ ഇവിടെ വരണ്ടേ? ഓൻ പല നിലക്കും പൈസ ഉണ്ടാക്കുന്നുണ്ട്. 1,00,000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ഓന്റെ ബിസിനസ്സിൽ എനിക്കും കൂടാ. നിങ്ങൾ എങ്ങനെയും ഉപ്പാനോട് പറഞ്ഞിട്ട് ഒന്ന് ശരിയാക്കി തരും. ഹലോ, ആ ശരി. എന്താ അമ്മച്ചി, ഇപ്പാന്റെ ഫോണല്ലേ? ആ, ഉപ്പാടെ ഫോൺ തന്നെ. എന്താ അപ്പ പറഞ്ഞേ? ഉപ്പ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടാവല്ലേ. അതിനിത്തിരി വിഷമിക്കാൻ എന്താ? സന്തോഷിക്കല്ലേ വേണ്ടേ? മുമ്പ് വരുമ്പോലുള്ള വരവല്ല. എല്ലാം മതിയാക്കി ഒഴിവാക്കി പോരുവാന്ന്. അതെന്തിനാ? എനിക്കൊന്നും അറിഞ്ഞൂടാ. ഉപ്പാന്റെ ഓരോ ഉണ്ടല്ലായ്മ. അല്ലാണ്ട് എന്താ ഞാൻ പറയ? എന്തായാലും നന്നായി. ഇനിയുള്ള കാലം ഇപ്പാന്റെ ഒപ്പം കഴിയാലോ. ഓ, അല്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യമ്മ? നമ്മളിവിടെ പല ബാധ്യതകളും ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. എനിക്കൊന്നും അറിഞ്ഞൂടാ എന്റെ പരിസേ. അപ്പ തുടങ്ങിയത് എന്റെ കയ്യും കാലും പിറക്കല്. ഈ ബാപ്പാനെ പണ്ടാറക്കാൻ കണ്ട നേരം എപ്പോഴാ വരുന്നത് നിങ്ങൾക്കറിയോ? ഒരാഴ്ച കൊണ്ട് വരുമെന്നാ പറഞ്ഞത്. വല്ലാത്തൊരു കഥ തന്നെ. അതാണ് പറഞ്ഞത്. അനക്ക് മാണെങ്കിൽ മതി. ഇന്റെ അളിയം ഈ ആഴ്ച ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. കയ്യിൽ 5-6 വിസയുണ്ട്. ഇപ്പത്തെ കാലത്ത് വിസ കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാ. ഞാൻ പറഞ്ഞ പൈസ തന്നാ അനക്ക് ഗൾഫിക്ക് പോകാം. അതിനിപ്പോ എന്റെ കയ്യിലാകെ 10-20,000 ഉറുപ്പ്യല്ലേ ഉള്ളൂ. ഇജ്ജത് അഡ്വാൻസ് ആയി തന്നാടാ. ബാക്കി വിസ കിട്ടിയിട്ട് തന്നാ മതി. ഇരിക്കെ 2 ചായ. പിന്നാക്ക 2 ചായ എടുത്തൂടി. ഇതാ പഴംപൊരിക്കുള്ളതാണ്. ഞാൻ കൊണ്ടേ മുറിച്ചുകൂടി. കൊണ്ടേ കൂടി. ഇതാ ഓൻ്റെ എടാ, വെറുതെ അല്ലടാ അവിടെ പഴംപൊരിയിലെ പഴം കാണാത്ത. ബാക്കി പൈസക്ക് സ്ഥലം പണം വെക്കേണ്ടി വരും. പിന്നെ കുറച്ച് സ്വർണ്ണുണ്ട്, അത് വിൽക്കുകയും ചെയ്യാം. അതാണ് നല്ലത്. അതൊക്കെ പാടം വെച്ചിക്കാണ്ട് ആ പൈസ പോണ്ട. പിന്നെ ഗൾഫ് പോവാണെ പണിയുള്ളൂ. അവിടെ എത്തിയാ പിന്നെ പണിയില്ല. എന്താ പറഞ്ഞേ?
അതല്ല ഗൾഫിൽ എത്തോളം ബുദ്ധിമുട്ടുള്ളൂ, അവിടെ എത്തിയാ പിന്നെ ബുദ്ധിമുട്ടില്ലാന്ന് പറയണേ. അല്ലാ പടച്ചോൻ കാക്കട്ടെ. എന്നാ നേരം കളയണ്ട, ഞാൻ പൈസ എടുത്ത പഠിച്ചോനെ മുഴുവല്ലേ. ഹൈദർമാനെ വിശ്വസിച്ചാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ചതിക്കരുത്. ചാതിയും പഞ്ചനിയും മറ്റുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള അല്ലാന്ന്, അത് എനിക്ക് മാത്രം എന്നാ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് തിരക്കുണ്ട്. എന്നാ പിന്നെ കാണാ. എന്നാ ഒരു കാര്യം ചെയ്യേ, ചില്ലറ ഉണ്ടെങ്കിലേ ആ ചായ പൈസ കൊടുത്താടാ. അതിപ്പോ ഞാൻ തന്നെ വണ്ടാറണക്കണല്ലേ. ഓന്റെ ഹൈദരമാനെ ആദ്യം ഗൾഫിൽ പോയി നന്നാകാൻ നോക്കും, എന്നിട്ട് പോരെ മറ്റുള്ളവരാണ് കയറ്റല്. അതെന്താപ്പത്? ഇജി പണ്ട് ഗൾഫിൽ പോയിക്കാണ്ട് കൊറേ കാലം അവിടെ നിന്നിക്കാണ്ട് അറബിനെ തിങ്ങാനിക്കാക്കിക്കാണ്ട് പോന്നതല്ലേ. അത് മാത്രം പറയത്, ഞാൻ ഇന്ന് വരെ ഒരാളെ മുതലും ചോദിക്കാതെ എടുത്തിട്ടില്ല, എടുക്കൂല. اوكي مع السلامة. السلام عليكم. عبد الرحمن تعال. أنا داير برا، أنت خلي اجلس هنا. ഇയാളിത് എന്തൊക്കെയാ പറഞ്ഞത്? കുറച്ചെടുത്ത് നാട്ടിൽ അയക്കാം. السلام عليكم. അറബിയെ ليش؟ കുറച്ച് പൈസ എടുത്തു പോകണം. ما في مشكلة ما في مشكلة. അല്ല, അറബിക്ക് മലയാളം അറിയാത്തോണ്ടും ഹലോ. എനിക്ക് അറബി അറിയാത്തോണ്ടും കഴിച്ചായി. അബ്ദുറഹ്മാനെ, അറബിക്ക് മലയാളം അറിയാത്തോണ്ട് അനക്ക് അറബിനെ പറ്റിക്കാൻ പറ്റി. അവസാനം അറബിക്ക് മനസ്സിലായി മേശയിന്ന് പൈസ പോണുണ്ട്. ഇതല്ല സത്യം.